Network News is brought to you in association with Kallarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur since 1938. കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ ബ്രാഞ്ചുകൾ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം. പവൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആൻഡ് ബർത്ത് സ്റ്റോൺ. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. എരമംകുറ്റൂർ തയ്യാറാക്കിയ ചരിത്രവും വികസനവും എന്ന പുസ്തകത്തിന്റെ പ്രകാശനം മാതമംഗലത്ത് നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രത്നകുമാരി പ്രകാശന കർമ്മം നിർവഹിച്ചു. ഇരുപത്തിയഞ്ച് സംവത്സരങ്ങൾക്ക് ശേഷം പെരുങ്കളിയാട്ടം നടക്കുന്ന തൃക്കരിപ്പൂർ രാമവില്യം കഴക സന്നിധിയിലെത്തി അനുഗ്രഹം തേടി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. തെയ്യങ്ങളെ തൊഴുത് മഞ്ഞൾ കുറി വാങ്ങിയ താരം കുച്ചിലിൽ നൊറ്റിരിക്കുന്ന കോലധാരികളെ കണ്ടു. വീടിന് മുന്നിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന 6 വയസ്സുകാരന് കുറുനരിയുടെ കടിയേറ്റു. കുളപ്പുറം ഒറന്നിടത്ത് ചാലിലെ ആര്യജിത്തിനാണ് കടിയേറ്റത്. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. പതിറ്റാണ്ടുകൾക്ക് ശേഷം കാസർഗോഡിന്റെ മണ്ണിൽ തിരിച്ചെത്തിയ കാസർഗോഡ് നെല്ല് കതിരിട്ട് നിൽക്കുന്നത് കാണാൻ ഈ നെൽവിത്തിന്റെ സംരക്ഷകനായ സത്യനാരായണ ബളേരി കർണാടകയിൽ നിന്നും കൊടക്കാട് പാടശേഖരത്തെത്തി. രവീന്ദ്രൻ കൊടക്കാടാണ് ഈ ഇനം നെല്ല് കൃഷി ചെയ്തിരിക്കുന്നത്. വിശദമായ വാർത്തകളിലേക്ക്. എരമംകുറ്റൂർ തയ്യാറാക്കിയ ചരിത്രവും വികസനവും എന്ന പുസ്തകത്തിന്റെ പ്രകാശനം മാതമംഗലത്ത് നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രത്നകുമാരി പ്രകാശന കർമ്മം നിർവഹിച്ചു. എരമംകുറ്റൂർ പഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയുടെ ഭാഗമായി നടത്തിയ ജനകീയ ചരിത്ര നിർമ്മിതിയിൽ തയ്യാറാക്കിയ എരമംകുറ്റൂർ പഞ്ചായത്തിന്റെ ചരിത്രവും വികാസവും എന്ന പുസ്തകത്തിന്റെ പ്രകാശനം മാതമംഗലത്ത് നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രത്നകുമാരി, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് MK കുഞ്ഞപ്പന് നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചു. വരുന്ന തലമുറയ്ക്ക് അല്ലെങ്കിൽ വളർന്നു വരുന്ന സമൂഹത്തിന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും അറിയുന്നതിനും ഈ ചരിത്ര പുസ്തകം ഉപകാരപ്രദമാകും എന്നുള്ളതാണ്. നമുക്കറിയാം, പ്രളയമുണ്ടായ ഘട്ടത്തിൽ നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമായി മുന്നേ എപ്പോഴാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നത് ഇതുപോലെ രേഖപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാവൂ. നമ്മുടെ ഓരോ കാലത്തിനനുസരിച്ചുണ്ടാകുന്ന മാറ്റങ്ങൾ, ആ മാറ്റങ്ങളോടൊപ്പം പഴയ കാലത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ നമുക്ക് അവശേഷിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള പുസ്തകത്തിലൂടെ മാത്രമേ സാധിക്കൂ. ഞാനെപ്പോഴും വിചാരിക്കുന്നതും ചിന്തിക്കുന്നതും ഞാൻ ജീവിക്കുന്ന പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം. പഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. EP രാജഗോപാലൻ പുസ്തകം പരിചയപ്പെടുത്തി. T തമ്പാൻ മാസ്റ്റർ, MK കരുണാകരൻ, അഡ്വക്കേറ്റ് KP രമേശൻ, KP അപ്പൻ മാസ്റ്റർ, M അരുൺ, NV ശ്രീനിവാസൻ, ജോസ് തോമസ്, അജിത് കുമാർ അനികം, K ജോസ് മാത്യു, KD തോമസ്, P ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ഇനി രാമവില്യം കഴകം പെരുങ്കളിയാട്ട വാർത്തകൾ. 25 സംവത്സരങ്ങൾക്ക് ശേഷം പെരുങ്കളിയാട്ടം നടക്കുന്ന തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തെ സന്നിധിയിലെത്തി അനുഗ്രഹം തേടി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. തെയ്യങ്ങളെ തൊഴുത് മഞ്ഞൾക്കുറി വാങ്ങിയ താരം കുച്ചിലിൽ നൊറ്റിരിക്കുന്ന കോലധാരികളെയും കണ്ടു. വെള്ളിയാഴ്ച രാവിലെ 10:30 കഴകസന്നിധിയിലെത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ രാമവില്യം കഴകം ഭാരവാഹികളും പെരുങ്കളിയാട്ട സംഘാടക സമിതി ഭാരവാഹികളും ചേർന്ന് കിഴക്കേ നടയിൽ സ്വീകരിച്ചു. വടക്കേ അറയിൽ തൊഴുത് കാണിക്ക അർപ്പിച്ച ശേഷം അദ്ദേഹം പ്രധാന തെയ്യങ്ങളായ പടക്കത്തി ഭഗവതിയുടെയും ആര്യക്കര ഭഗവതിയുടെയും കോലധാരികളെ കുച്ചിലിൽ കണ്ടു. തുടർന്ന് പടിപ്പുരയിൽ കയറി സ്ഥാനികരെ കണ്ട ശേഷമാണ്
അരങ്ങിലെത്തിയ അങ്കക്കുളങ്ങര ഭഗവതി രക്തചാമുണ്ടി തെയ്യങ്ങളെ തൊഴുത മഞ്ഞൾക്കുറി വാങ്ങിയത്. തുടർന്ന് തങ്കയം ഉത്തമന്തിൽ ക്ഷേത്രപാലക ക്ഷേത്ര ദർശനവും നടത്തിയാണ് സുരേഷ് ഗോപി തൃക്കരിപ്പൂരിൽ നിന്നും മടങ്ങിയത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ചെണ്ടയും ഇടക്കയും തിമിലയും തബലയും പാശ്ചാത്യ വാദ്യോപകരണങ്ങളായ ഗിറ്റാറും വയലിനും ജാസ്ട്രമും കൂടെ കീബോർഡും ഹാർമോണിയവും ചേരുമ്പോൾ കഥ എന്താകും? ഇവയൊക്കെ ഒരുമിച്ച് ചേർത്തുള്ള ത്രികായ മ്യൂസിക് ഫ്യൂഷൻ രാമവില്യം കഴക പെരുങ്കളിയാട്ട മഹോത്സവ നഗരിയിൽ സംഗീത പെരുമഴ പെയ്യിച്ചു. ലോകപ്രശസ്തനായ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരും നാദപ്രതിഭ പ്രകാശ് ഉള്ളേരിയും ചേർന്നൊരുക്കിയ ത്രികായ മ്യൂസിക് ബാൻഡ് ഫ്യൂഷൻ സംഗീതാസ്വാദകരെ ഇളക്കിമറിച്ചു. പാട്ടാവശ്യപ്പെട്ട് സെക്കൻഡുകൾക്കകം അത് മെലഡിയെന്നോ സെമി ക്ലാസിക്കലെന്നോ നാടകഗാനമെന്നോ അതിലപ്പുറം നാടൻ പാട്ടുകൾ പോലും ഹാർമോണിയം ഉപയോഗിച്ച് പ്രകാശ് ഉള്ളേരി ആസ്വാദകരെ വിസ്മയിപ്പിച്ചു. ഫ്യൂഷൻ അവതരണത്തിൽ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ, മക്കളായ ശ്രീരാജ്, ശ്രീകാന്ത് എന്നിവർക്കൊപ്പം ഒറ്റപ്പാലം ഹരി തെമിലയും മഹേഷ് മണി തബലയും ഋഷികേശ് ഡ്രംസും വായിച്ചു. ആയിരങ്ങളാണ് മ്യൂസിക് ഫ്യൂഷൻ ആസ്വദിക്കാനായി എത്തിയത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പെരുങ്കളിയാട്ടം നടക്കുന്ന തൃക്കരിപ്പൂർ ശ്രീ രാമവില്യം കഴകത്തിലേക്ക് കണ്ടോത്ത് ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും കലവറ ഘോഷയാത്ര നടത്തി. വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് കലവറ വിഭവങ്ങളുമായി കലവറ ഘോഷയാത്ര പുറപ്പെട്ടത്. വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന തൃക്കരിപ്പൂർ ശ്രീ രാമവില്യം കഴകം പെരുങ്കളിയാട്ട മഹോത്സവത്തിലേക്ക് കണ്ടോത്ത് ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും കലവറ ഘോഷയാത്ര പുറപ്പെട്ടു. വെള്ളിയാഴ്ച ഉച്ചയോടെ ഒളവറ മുണ്ടി കേന്ദ്രീകരിച്ച് ചെണ്ടമേളത്തിന്റെയും മുത്തുക്കുടകളുടെയും ബാൻഡുമേളത്തിന്റെയും അകമ്പടിയോടെ നടന്ന കലവറ നിറയ്ക്കൽ ഘോഷയാത്രയ്ക്ക് കണ്ടോത്ത് ക്ഷേത്രം അന്തിത്തിരിയൻ, ക്ഷേത്രം ആചാരക്കാർ, സമുദായിമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. വൈകുന്നേരത്തോടെ രാമവില്യത്തെത്തിയ കലവറ നിറയ്ക്കൽ ഘോഷയാത്രയിൽ നിരവധി പേർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മറ്റു വാർത്തകളിലേക്ക്. പൊരിയുന്ന വെയിലിൽ നിന്നുകൊണ്ട് വനിതാ സെക്യൂരിറ്റി പട ഒരുക്കുന്ന സുരക്ഷയുടെ തണലുണ്ട് ഇന്ന് പയ്യന്നൂർ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും. പുരുഷന്മാരുടേത് മാത്രമെന്ന് കരുതിയിരുന്ന മറ്റൊരു തൊഴിൽ മേഖല കൂടി തങ്ങൾക്കും വഴങ്ങുമെന്ന് തെളിയിക്കുകയാണ് കേരളത്തിലെ തന്നെ പയ്യന്നൂർ നഗരസഭയ്ക്ക് മാത്രമുള്ള വനിതാ സെക്യൂരിറ്റി സേന. പയ്യന്നൂർ നഗരസഭ ഏറ്റവും ഇന്നോവേറ്റീവായിട്ടുള്ള കുറേയേറെ കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു നഗരസഭയാണ് എന്നതിൽ ഒരു തർക്കവുമില്ല. അത്തരത്തിൽ കുറച്ച് ആളുകളാണ് എനിക്കൊപ്പം ഉള്ളത്. 2020 ഈ വനിതാ സെക്യൂരിറ്റി ടീമിനെ ഇവിടെ ഉണ്ടാക്കുകയായിരുന്നു. കേരളത്തിൽ തന്നെ മറ്റൊരു നഗരസഭയിലും ഇങ്ങനെ നമുക്കൊരു വനിതാ ടീമിനെ കാണാൻ സാധിക്കില്ല, അല്ലേ? ഇല്ല. പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിലാണ് ആദ്യമായിട്ട് വനിതാ സെക്യൂരിറ്റി ടീമിനെ ആദ്യമായിട്ട് നിലവിൽ വന്നത്. അപ്പോൾ ഈ 2020 മുതലാണ്. അപ്പം എത്ര ആൾക്കാരുണ്ടായിരുന്നു അന്ന്? നിങ്ങൾ 28 പേര്. 28 പേരുണ്ടായിരുന്നു. ഇപ്പോൾ എത്ര ആൾക്കാരുണ്ട്? ഇപ്പോൾ ഒരു 15 പേരുണ്ട്. 15 പേരുണ്ട്. അപ്പോൾ ഇവിടെ റൊട്ടേഷനായിട്ടാണ് ഈ നഗരസഭയുടെ ഒരു സെക്യൂരിറ്റി ജോലി കിട്ടുന്നത്. അതിനുശേഷം വേറെ എവിടെയൊക്കെയാണ് ജോലി കിട്ടാറുള്ളത് സാധാരണ? കല്യാണ ഓഡിറ്റോറിയം, കുടികൂടലിലെ വീടുകളിൽ,
പിന്നെ നമ്മളെ ഇവിടെ ശ്രീ പാർക്കിങ്ങിൽ വണ്ടി പാർക്കിംഗ് ചെയ്യുന്ന വസ്ത്ര സ്ഥാപനത്തിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ എവിടെ നമ്മൾ വിളിച്ച് ആവശ്യപ്പെടുന്ന അവിടത്തെല്ലാം നമ്മൾ പോകുന്നുണ്ട്, സേവനം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ നമ്മൾ സാധാരണഗതിയിൽ ആണുങ്ങൾ ചെയ്യുന്ന ഒരു പണിയായിരുന്നു, എല്ലാ ഇടത്തും നമ്മുടെ വളയിട്ട കൈകൾ എത്തിയെന്ന് പറയുന്നത് പോലെ. അപ്പോൾ ഇത് പക്ഷേ ഒരുപാട് വെയിൽ കൊള്ളേണ്ടി വരും, ഒരുപാട് ബുദ്ധിമുട്ട്, വൈകുന്നേരം വരെയുള്ളൊരു പണിയാണ്. അപ്പോൾ അത് ആദ്യം അങ്ങോട്ട് ആ ഒരു ദൗത്യം ഏറ്റെടുക്കുമ്പോൾ എന്തായിരുന്നു മനസ്സിൽ? അതായത് നമുക്ക് ആവുമെന്നുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നല്ലൊരു ഇതാണ്, പണി എനർജിയാണ്. നല്ല മറ്റുള്ളവരൊക്കെ എന്താ അഭിപ്രായം പറയുന്നത്? നല്ല അഭിപ്രായം തന്നെയാണ്. നമ്മൾ ഇങ്ങനെ ഒരു ജോലിക്ക് ഇറങ്ങിയത് തന്നെ നല്ലതാണ്. എല്ലാവരും നല്ല അഭിപ്രായത്തിൽ തന്നെ ഉണ്ടായത്. ഇപ്പൊ എവിടെ പോയി കഴിഞ്ഞാലും നഗരസഭയുടെ വനിതാ സെക്യൂരിറ്റി ടീം എന്ന് തിരിച്ചറിയാൻ തുടങ്ങിയെന്ന് പറഞ്ഞു, അങ്ങനെ തന്നെ അല്ലേ? അതെ അതെ, അതിൽ വലിയ സന്തോഷത്തിലാണ്. സംസ്ഥാനത്ത് തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വനിതാ സെക്യൂരിറ്റി. പിന്നെ ഓഡിറ്റോറിയങ്ങളിലെല്ലാം പോയാൽ നല്ല സ്വീകരണം തന്നെയാണ് അവർ വരുന്നവർ നമുക്ക് തരുന്നത്. കൊടിയ വെയിലാണ്, എല്ലായിടത്തും താപനില ഉയർന്ന ഘട്ടത്തിൽ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ജോലിക്ക് എത്രത്തോളം അത് വെല്ലുവിളിയാവുന്നുണ്ട്. എന്നാലും നമ്മളത് തരണം ചെയ്തിട്ടാണ് ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത്. നമ്മളിപ്പോൾ മുനിസിപ്പാലിറ്റിയുടെ വെയിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട്, ആ വെയിലിൽ തന്നെ നമ്മൾ ഇവിടെ നിൽക്കുന്നില്ലത്. അപ്പോൾ ആ വെയിലിനും നമ്മൾ വകവെക്കാണ്ടാണ് നമ്മളെ ജോലി നിർവഹിക്കുന്നത്. ഈ ഒരു അഭിപ്രായം തന്നെയാണ് എല്ലാവർക്കും. സന്തോഷത്തിൽ ചെയ്യുന്നുണ്ട്, ഏറ്റവും സന്തോഷത്തിൽ ചെയ്യുന്നുണ്ട്. രാത്രി ആയാലും നമ്മൾ അത് എടുത്തിട്ട് ചെയ്യുന്നുണ്ട്. രാത്രിയത്തേക്ക് സെക്യൂരിറ്റി നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട്. കല്യാണ ഇതിനെ റിസപ്ഷന് വിളിച്ചാൽ അതിന് നമ്മൾ പോലുണ്ട്. അത് നമ്മൾ പറയുന്ന പോലെ ഒരു ഇക്വാലിറ്റി അല്ലെ, ആണ് പെണ്ണ് എന്നുള്ള ഒരു വേർതിരിവ് ഇപ്പം ഇല്ല, അതിനങ്ങനത്തെ ഒരു ഭയവും ഇല്ല. നമ്മൾ ടീമായിട്ട് തന്നെ നമ്മൾ ഒരു 3-4 ആളെ വിളിച്ചാൽ നമ്മൾ ഒന്നിച്ചിട്ട് പോവും. ആ വർക്ക് നമ്മൾ ഫിനിഷ് എല്ലാ പണിയെടുക്കുന്നു. അവരെല്ലാം നല്ല അഭിപ്രായമാണ് പറയുന്നത്. നമുക്കതൊരു നല്ലൊരു സന്തോഷമാണ്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യാൻ പറ്റും, അതായത് മൾട്ടി ടാസ്കിംഗ് ആയിട്ട് സ്ത്രീകൾക്ക് ജോലി ചെയ്യാൻ പറ്റുമെന്ന്. അതൊക്കെ ഇവിടെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട്. ആദ്യമൊക്കെ ഒരു ഭയം ഉണ്ടായിരുന്നു, പിന്നെ നല്ല ആൾക്കാരുമായി പെരുമാറുമ്പോഴൊക്കെ നല്ലതായി. ഇവർ ഈ ജോലിയിൽ വലിയ സംതൃപ്തിയിലാണ്, സന്തോഷത്തിലാണ്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കൊടിയ വെയിലാണ്, ഇവരുടെ ജോലിക്കും അത് വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. പക്ഷേ അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. എല്ലാ ഭാവങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ സുമേഷിനൊപ്പം KN വർഷ. പയ്യന്നൂർ മണ്ഡലത്തിലെ എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ കണ്ണങ്ങാട്ട് ഓടമുട്ട് റോഡ് മെക്കാടൻ ടാർജ് നവീകരിക്കുന്നതിനായി 5 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി TI മധുസൂദനൻ MLA അറിയിച്ചു. മണ്ഡലത്തിലെ ജില്ലാ മേജർ റോഡുകളിൽ ഒന്നാണ് ഇത്. പയ്യന്നൂർ മണ്ഡലത്തിലെ എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ കണ്ണങ്ങാട് ഓടമുട്ട് റോഡ് മെക്കാടൻ ടാർ ചെയ്ത് നവീകരിക്കുന്നതിന് 5 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി TI മധുസൂദനൻ MLA അറിയിച്ചു. മണ്ഡലത്തിലെ ജില്ലാ മേജർ റോഡുകളിൽ ഒന്നാണിത്. 5.5 മീറ്റർ വീതിയിൽ മെക്കാടം ടാർ ചെയ്ത് ആവശ്യമായ സ്ഥലങ്ങളിൽ ഡ്രൈനേജ് നിർമ്മിക്കും. നിത്യേന നിരവധി ജനങ്ങൾ ആശ്രയിക്കുന്ന മലയോര മേഖലയിലെ പ്രധാന റോഡ് കൂടിയാണിത്. സാങ്കേതിക നടപടികൾ വേഗത്തിൽ പൂർത്തീകരിച്ച് പ്രവൃത്തി വേഗത്തിൽ ആരംഭിക്കണമെന്ന് MLA ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. വീടിന് മുന്നിൽ കളിച്ചുകൊണ്ടിരുന്ന 6 വയസ്സുകാരന് കുറുനരിയുടെ കടിയേറ്റു. കുളപ്പുറം ഉറന്നെടുത്ത ചാലിലെ ആര്യജിത്തിനാണ് കടിയേറ്റത്. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. വീടിന് മുന്നിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന 6 വയസ്സുകാരനാണ് കുറുനരിയുടെ കടിയേറ്റത്. കുളപ്പുറം ഉറന്നെടുത്ത ചാലിലെ പ്രശാന്തൻ ചുള്ളേരിയുടെ മകൻ ആര്യജിത്തിന് നേരെയാണ് കുറുനരിയുടെ ആക്രമണമുണ്ടായത്. രാവിലെ 7 മണിയോടെയായിരുന്നു സംഭവം. ഇടതു കൈയിലാണ് കുറുനരി കടിച്ചത്. കുട്ടിയുടെ കരച്ചിൽ കേട്ടെത്തിയ അമ്മയാണ് കുറുനരിയെ ഓടിച്ചത്. രാവിലെ ഒരു 7 മണിക്ക് അധികം പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് വീടിന് പുറത്തേക്ക് ഇറങ്ങിയ സമയത്താണ് വന്ന് കടിച്ചത്.
പെട്ടെന്ന് കണ്ടിട്ടുണ്ടായില്ല അവൻ. ബഹളം കേട്ടിട്ട് അവൻ്റെ അമ്മ അകത്താണ്ടായിരുന്നു. അമ്മ പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് തന്നെ ഇവനെ അടുത്ത് കുറുക്കൻ ഇങ്ങനെ ഇതാക്കുന്നത്. എൻ്റെ അമ്മ ഓടിപ്പോയത് കുറുക്കന. വലിയ കുറുക്കനാണ്. വലിയ കുറുക്കനാണ്, സാധാരണ വലിയ കുറുക്കൻ തന്നെ. അതിപ്പോൾ ഞാൻ രണ്ടാമത് ഫോൺ ചെയ്തിട്ട് ഞാൻ രാവിലെ പോയിട്ടുണ്ടായിരുന്നു. ഫോൺ ചെയ്ത് തിരിച്ചു വന്നപ്പോൾ അതാർന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം ഇങ്ങോട്ട് കാട്ടിലേക്ക് പോയിട്ട് വരും. തുടർന്ന് കുട്ടി കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. പകൽ സമയത്ത് കുറുനരിയുടെ ആക്രമണം നടന്നതിനാൽ പരിഭ്രാന്തിയിലായിരിക്കുകയാണ് നാട്ടുകാർ. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പച്ചക്കറി കൃഷിയിൽ 100 മേനി വിളയിച്ച് കണ്ണപുരം ഇടക്കേപ്പുറത്തെ യുവാക്കൾ. ഇടക്കേപ്പുറത്തേക്ക് ഭൂമിക കൃഷിത്തോട്ടത്തിൽ പച്ചക്കറി, തണ്ണിമത്തൻ തുടങ്ങിയവയാണ് കൃഷി ചെയ്തത്. കൃഷിയിൽ 100 മേനി വിളയിച്ചിരിക്കുകയാണ് ഒരു കൂട്ടം യുവ കർഷകർ. പച്ചക്കറിയുടെ വിളവെടുപ്പ് നാടിന്റെ ജനകീയ ഉത്സവമായി മാറി. മുൻപും പച്ചക്കറി കൃഷി ചെയ്തിട്ടുണ്ടെങ്കിലും ഇക്കുറി ഇത് ആദ്യമായാണ് തണ്ണിമത്തൻ കൃഷി ഇറക്കിയത്. കണ്ണപുരം ഇടക്കേപ്പുറം സ്വദേശികളായ എൻ സുധൻ, പി രഞ്ജിത്ത്, എൻ അനുരാജ്, AV വൈശാഖ എന്നിവർ ചേർന്നാണ് കൃഷി ഇറക്കിയത്. പയറും കൈപ്പക്കയും പടവലവും ഒപ്പം തണ്ണിമത്തനും. ഓറഞ്ചും മഞ്ഞയും നിറത്തിലുള്ള വ്യത്യസ്തമായ തണ്ണിമത്തനും ഇവർ വിളയിച്ചെടുത്തു. ഒഴിവു സമയങ്ങളെല്ലാം തോട്ടത്തിൽ ചിലവഴിച്ചു. ഏവർക്കും മാതൃകയാക്കാവുന്ന വിധത്തിലാണ് കൃഷിത്തോട്ടവും ഒരുക്കിയത്. തണ്ണിമത്തൻ കൃഷിക്ക് വേലിയൊരുക്കിയതിൽ പാവയ്ക്ക കൃഷിയും ചെയ്തു. ഒപ്പം പടവലവും പയറും. ലാഭം പ്രതീക്ഷിച്ചല്ല കൃഷിയിലേക്ക് ഇറങ്ങിയത്. ലഭിച്ച വിളവ് ഏറെ സന്തോഷം തരുന്നുണ്ട് എന്ന് കർഷകർ പറയുന്നു. കൃഷിഭവന്റെ സഹായത്തോടെയാണ് കൃഷി ഇറക്കിയത്. യുവ കർഷകർ മറ്റുള്ളവർക്കും മാതൃകയാണെന്ന് കൃഷി ഓഫീസർ യു പ്രസന്നൻ പറഞ്ഞു. കൃഷിയുടെ വിളവെടുപ്പും വിപണനോദ്ഘാടനവും എം വിജിൻ MLA നിർവഹിച്ചു. തുരത്താനുള്ളൊരു പ്രയോഗമാണ്. അതിനപ്പുറം ഇതിന് ബൗണ്ടറിക്കപ്പുറം അതിമനോഹരമായി ഈ കൃഷിയുടെ ഒരു തലമുന്നതം മനോഹരമാവുകയും ചെയ്തു. പന്നിയെ തുരത്താനുള്ള സംവിധാനങ്ങൾ വന്നു. അപ്പോൾ കുറേ പ്രയാസങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. പന്നിയുണ്ട്, ഇപ്പോൾ വേലി കെട്ടിയാലും പറഞ്ഞിട്ട് മയില് വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം ചില പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിലേക്ക് ഉണ്ടെങ്കിൽ അതിനെയെല്ലാം മറികടന്നിട്ടാണ് നമ്മുടെ കർഷക കൂട്ടായ്മകൾ ഇത്തരത്തിൽ നമ്മുടെ മണ്ണിൽ പൊന്നു വിളയിക്കുന്നത് എന്നത് അഭിമാനമാണ്. വിഷരഹിത പച്ചക്കറിയും തണ്ണിമത്തനും വാങ്ങാനായി നാട്ടുകാരും എത്തിയിരുന്നു. വരും വർഷങ്ങളിലും കൃഷി തുടരാനാണ് ഈ യുവ കർഷകരുടെ തീരുമാനം. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പതിറ്റാണ്ടുകൾക്ക് ശേഷം കാസർഗോഡിന്റെ മണ്ണിൽ തിരിച്ചെത്തിയ കാസർഗോഡ് നെല്ല് കതിരിട്ട് നിൽക്കുന്നത് കാണാൻ ഈ നെൽവിത്തിന്റെ സംരക്ഷകനായ സത്യനാരായണ ബളേരി കർണാടകയിൽ നിന്നും കൊടക്കാട് പാടശേഖരത്തെത്തി. രവീന്ദ്രൻ കൊടക്കാടാണ് ഈ ഇനം നെല്ല് കൃഷി ചെയ്തത്. ഒരു കാലത്ത് കാസർഗോഡ് പാടശേഖരങ്ങളിൽ 3 വിള എടുത്തിരുന്ന കാസർഗോഡിന്റെ തനത് നെല്ലിനമാണ് കാസർഗോഡ് നെല്ല്. ഇന്നിത് കർണാടകയിൽ മാത്രമേ കൃഷി ചെയ്യുന്നുള്ളൂ. 50 വർഷം മുൻപ് വരെ കാസർഗോഡിന്റെ മണ്ണിൽ ഈ ഇനം നെല്ല് കൃഷി ചെയ്തിരുന്നു. ഹൈബ്രിഡ് ഇനങ്ങൾ എത്തിയതോടെ നാടൻ നെല്ലിനെ കർഷകർ കൈവെടിയുകയായിരുന്നു. പതിറ്റാണ്ടുകൾക്ക് ശേഷം കാസർഗോഡിന്റെ മണ്ണിൽ തിരിച്ചെത്തിയ കാസർഗോഡ് നെല്ല് കതിരിട്ട് നിൽക്കുന്നത് കാണാൻ ഈ നെൽവിത്തിന്റെ സംരക്ഷകനായ സത്യനാരായണ ബളേരി കർണാടകയിൽ നിന്നും കൊടക്കാട്ട് പാടശേഖരത്തെത്തി. രവീന്ദ്രൻ കൊടക്കാടാണ് ഈ ഇനം നെല്ല് കൃഷി ചെയ്തിരിക്കുന്നത്. വിത്ത് കണ്ടെത്താൻ ഏറെ ബുദ്ധിമുട്ടിയെന്നും നല്ല വിളവ് ലഭിച്ചതുകൊണ്ട് പകുതി വിത്തായി സൂക്ഷിക്കുമെന്നും രവീന്ദ്രൻ കൊടക്കാട് പറയുന്നു. ഒരു അരനൂറ്റാണ്ടിന് മുമ്പേ കാസർഗോഡ് ജില്ലയുടെ പാടങ്ങളിൽ സമൃദ്ധമായി വിളഞ്ഞിരുന്ന കാസർഗോഡ് എന്ന നാടൻ നെല്ല് നമ്മുടെ കാസർഗോഡ് ജില്ലയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ബെൽത്തങ്ങാടിയിലെ ദേവറായയിൽ നിന്നും മംഗലാപുരം പിലിക്കുളത്തെ റോഷൻ എന്ന കൃഷിയിൽ താല്പര്യമുള്ള യുവാവ് ഈ വിത്ത് സംഭരിച്ച് പത്മശ്രീ സത്യനാരായണ ബളേരി വഴി കൊടക്കാട്ടേക്ക് എത്തുകയായിരുന്നു. കഴിഞ്ഞ നവംബർ മാസം അവസാനത്തിൽ വിത്തിറക്കി ഏതാണ്ട് കൊയ്യാൻ പാകത്തിൽ നിറഞ്ഞ പാടവുമായിട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 115 ദിവസം കൊണ്ടാണ് ഇത് മൂപ്പെത്തുന്നത്. ചുവന്ന അരിയാണ്. കാലങ്ങൾക്ക് ശേഷമാണ് കാസർഗോഡ് നെല്ല് കാസർഗോഡിന്റെ മണ്ണിൽ നെല്ലായി വിരിഞ്ഞു നിൽക്കുന്നത്. ഇതിന് കാരണക്കാരനായതിൽ സന്തോഷമുണ്ടെന്ന് സത്യനാരായണ ബളേരി പറയുന്നു. ഈ കാസർഗോഡ് നെല്ലിനം ഒരുപാട് വർഷങ്ങൾ മുമ്പേ എൻ്റെ കയ്യിലുണ്ടായി. പക്ഷേ ഇതിന് ഈ ഏരിയയിൽ അത് പരിചയപ്പെടുത്താൻ ഒരു കാരണമുണ്ടായത് കാസർഗോഡിൻ്റെ ഒരു നെല്ലിനം വേണമെന്ന് പറഞ്ഞിട്ട് ഒരു യോഗത്തിൽ യൂണിവേഴ്സിറ്റിൻ്റെ മറ്റേ പല ഈ സയൻറ്റിസ്റ്റുമാരുടെ യോഗത്തിൽ സംസാരിക്കുന്ന ടൈമിലാണ് ഞാൻ സൂചിപ്പിച്ചത് കാസർഗോഡിൻ്റെ തനിതായ ഇനമാണ്. അത് ജില്ലേൻ്റെ ഒരു ഇനമായിട്ട് പ്രഖ്യാപിക്കാനായിട്ട് ഉണ്ടായ ഒരു യോഗത്തിലാണ് ഞാൻ ഇതിനെ പറഞ്ഞത്. അപ്പോൾ
ഈ ഇനം ഈ ഏരിയയിൽ ഇവിടെ കൃഷി ചെയ്യുന്നില്ല. വെളുത്തങ്കടീൻ്റെ ദേവറായലുണ്ടെന്ന് എനിക്ക് അറിഞ്ഞിരുന്നു. എൻ്റെ കയ്യിൽ ചെറിയൊരു അളവിലുണ്ടായി. അപ്പോൾ വീണ്ടും ഇത് ഇവിടെ ആവശ്യപ്പെടണമെന്ന് പറഞ്ഞ് രവീന്ദ്രേട്ടൻ കൊടുക്കാറുണ്ട്. ഇവർ പറയുമ്പോഴേക്കാണ് ഞാൻ ചെയ്യാമെന്ന് പറയുമ്പോഴേക്കാണ് ഈ വിത്ത് എൻ്റെ അത്ര കൂടുതൽ വിത്തുകൾ എൻ്റെ കൊടുക്കാനുണ്ടായിട്ടില്ല. ജില്ലയുടെ തനത് ഇനമായി കാസർഗോഡ് നെല്ലിനെ പ്രഖ്യാപിക്കുവാനും ആലോചനയുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കരിവള്ളൂർ മുനയംകുന്ന് സമരപോരാളിയും CPIM സംസ്ഥാന കമ്മിറ്റി അംഗവുമായിരുന്ന P. കണ്ണൻ നായരുടെ 35ാം ചരമവാർഷിക ദിനാചരണം പയ്യന്നൂർ ഷേണായി സ്ക്വയറിൽ നടന്നു. CPIM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗം PK പ്രേംനാഥ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ മുനയൻകുന്ന് സമരപോരാളിയും CPIM സംസ്ഥാന കമ്മിറ്റി അംഗവും ദേശാഭിമാനി ജനറൽ മാനേജറുമായിരുന്ന P. കണ്ണൻ നായരുടെ ചരമവാർഷിക ദിനം ആചരിച്ചു. പയ്യന്നൂർ ഷേണായി സ്ക്വയറിൽ നടന്ന അനുസ്മരണ സമ്മേളനം CPM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗം PK പ്രേംനാഥ് ഉദ്ഘാടനം ചെയ്തു. 2 മിനിറ്റ് കൊണ്ട് ഒരു വിഷയത്തെ പറഞ്ഞു വിടാം. പലസ്തീൻ പ്രശ്നത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിന്റെ കണ്ണൻ നായരുടെ പ്രസ്ഥാനത്തിന്റെ നിലപാട് എന്താണ് എന്ന് കുറച്ചുകൂടെ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. 2 മിനിറ്റ് കൊണ്ട് ഒരാൾ മറ്റൊരാളോട് പറഞ്ഞു എന്നെ ഉറുമ്പ് കഴിച്ചു. അപ്പൊ കേട്ട രണ്ടാമൻ പറഞ്ഞു ഒന്നാമനോട് ചോദിച്ചു എന്താക്കി? ഒന്നാമൻ പറഞ്ഞു ദേഷ്യം പൊടിച്ചിട്ട് തീപ്പെട്ടി കുറച്ചുകൂടി കഴിഞ്ഞിട്ടാ പറഞ്ഞില്ലേ തീപ്പെട്ടിക്കം പൊളിച്ച് മണ്ണെണ്ണയൊഴിച്ച് കൂട്ടത്തോടെ കഴിച്ചു കളഞ്ഞു ഈ മറ്റകളെ. അപ്പൊ കേട്ട രണ്ടാമൻ പറഞ്ഞു നന്നായി, കടിച്ചാ പിന്നെ കൊല്ലണ്ടേ, നന്നായി. കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം V. കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സരിൻ ശശി, C. കൃഷ്ണൻ, V. നാരായണൻ, M. രാഘവൻ, K. V. ലളിത തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഏഴോത്തെ കുട്ടികൾക്ക് ഫുട്ബോളിനോടാണ് ലഹരി. ഏഴോം ഗ്രാമപഞ്ചായത്തും കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി നടത്തുന്ന ഫുട്ബോൾ പരിശീലന ക്യാമ്പ് ശ്രദ്ധേയമാകുന്നു. എന്നും രാവിലെ 6 മണിയോടെ ഏഴോത്തെ 100ഓളം കുട്ടികൾ ഏഴോം ഗ്രാമപഞ്ചായത്ത് മൈതാനത്ത് എത്തും. ഏറെ ആവേശത്തോടെയാണ് കുട്ടികൾ പരിശീലനത്തിന് എത്തുന്നത്. ആൺകുട്ടികളും പെൺകുട്ടികളും പരിശീലനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. 40 ദിവസത്തേക്കാണ് ആദ്യഘട്ടത്തിൽ പരിശീലനം നൽകുക. 22 ദിവസം പിന്നിട്ട് കഴിഞ്ഞുവെന്നും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഏറെ ആവേശത്തിലാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് P. ഗോവിന്ദൻ പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്തും ഏഴോം ഗ്രാമപഞ്ചായത്തും സംയുക്തമായി നടപ്പിലാക്കുന്ന ഒരു പ്രൊജക്റ്റാണ് കിക്ക് ഓഫ്. LP UP സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഫുട്ബോൾ കോച്ചിങ്. അത് പെൺകുട്ടികളിൽ നിന്നല്ല ആൺകുട്ടികളിൽ നിന്നല്ല. ആ വ്യത്യാസത്തിൽ കഴിഞ്ഞ വർഷം മുതൽ നടപ്പാക്കി വരുന്ന പദ്ധതിയിൽ ഈ വർഷം ഇന്നിപ്പോൾ 22 ദിവസം പിന്നിട്ടു. 40 ദിവസം നീണ്ടു നിൽക്കുന്ന ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പാണ്. ഈ ക്യാമ്പിന് നേതൃത്വം കൊടുക്കുന്നത് മലബാർ സോക്കർ അക്കാദമിയായി ബന്ധപ്പെട്ട കോച്ച് ആണ്, മനോജ്, മിഥുൻ ഉൾപ്പെടെയുള്ള കോച്ച്. ഇപ്പോൾ 76ഓളം കുട്ടികൾ ഈ കോച്ചിന്റെ ഭാഗമായി ഇത്രയും ദിവസം ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കുറേയും കൂടെ ആളുകൾ ഇതിൽ എല്ലാ ദിവസവും നല്ല രീതിയിൽ വരുന്നുണ്ട്. ഇപ്പം പരീക്ഷാ കാലയളവാണ്, എന്നിട്ട് പോലും അതിൻ്റെതായ ഒരു പ്രാതിനിധ്യവും അതുപോലെ കുട്ടികൾ വലിയ താല്പര്യം കാണിച്ചു വരുന്നുണ്ട്, പ്രത്യേകിച്ച് ഫുട്ബോളിനെ. MK മനോജ്, മിഥുൻ മോഹൻ എന്നിവരാണ് പരിശീലകർ. ഏറെ താല്പര്യത്തോടെയാണ് കുട്ടികൾ പരിശീലനത്തിന് എത്തുന്നത്. ഏഴോം പഞ്ചായത്തിന്റെ മാതൃക മറ്റു പഞ്ചായത്തുകളിലും ആരംഭിച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് കായിക രംഗത്ത് ഏറെ മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ ലസാരോ ഫാഷൻ അക്കാദമിയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനം വിപുലമായി ആഘോഷിച്ചു. വനിതാ ദിനത്തിന്റെ ഭാഗമായി പയ്യന്നൂർ ടൗണിലെ വനിതാ ഓട്ടോ ഡ്രൈവർമാരായ സുനിത, രാധിക എന്നിവരെ അക്കാദമിയുടെ നേതൃത്വത്തിൽ പ്രത്യേക ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. പയ്യന്നൂരിൽ വനിതാ ഓട്ടോ ഡ്രൈവർമാരെ ആദരിച്ച് ലസാരോ ഫാഷൻ അക്കാദമി നടത്തിയ പരിപാടി സ്ത്രീ ശാക്തീകരണത്തിന്റെ പുതിയ സന്ദേശം ഉയർത്തിക്കാട്ടുന്നതായി. ലസാരോ അക്കാദമി ഡയറക്ടർ ജോബി KP ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. യുവ സംരംഭക സോന PS മുഖ്യാതിഥിയായി പങ്കെടുത്ത് വനിതാ ദിന സന്ദേശം നൽകി. ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ എന്താന്ന് പറയുക വെച്ചാൽ ലൈക്ക് ഇങ്ങനെ ഒരു വനിതാ ദിനത്തിൽ നിങ്ങളെ പോലെയുള്ള എന്താ പറയുക വളർന്നു വരുന്ന അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആവണം, നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തെടുക്കണം എന്ന് പറയുന്ന അവരുടെ മുമ്പിൽ വന്നിട്ട് ഞാൻ വന്ന വഴികളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഇത്രയും ഈ ഒരു പൊസിഷനിൽ എത്തിയതെന്നൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഭയങ്കര സന്തോഷമുണ്ട്. വൈസ് പ്രിൻസിപ്പൽ നയന P ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. JCI സോൺ വൈസ് പ്രസിഡന്റ് രഞ്ജിത്ത് വെളിച്ചന്തോട്
ശരണ്യ, ഫരീദ, രാഗിമ കെ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ലസാറോ അക്കാദമി സ്റ്റാഫ് സെക്രട്ടറി അഫീദ കെ.ടി നന്ദി രേഖപ്പെടുത്തി. വനിതാ സംരംഭകരെയും വിവിധ മേഖലയിലെ പ്രാവീണ്യമുള്ളവരെയും ആദരിക്കുന്ന ഇത്തരം പരിപാടികൾക്ക് തുടർച്ചയുണ്ടാകുമെന്ന് ലസാറോ അക്കാദമി വ്യക്തമാക്കി. വനിതകൾ സമൂഹത്തിൽ വിവിധ മേഖലകളിൽ കൈവരിച്ച നേട്ടങ്ങൾ ആഘോഷിക്കാനും അവർക്ക് കൂടുതൽ പ്രചോദനം നൽകാനും ലക്ഷ്യമിട്ടാണ് ഈ ആദരവൊരുക്കിയതെന്ന് സംഘാടകർ വ്യക്തമാക്കി. വനിതാ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾക്കും ശാക്തീകരണ പ്രവർത്തനങ്ങൾക്കും ഒരുക്കിയ ഈ സംഗമം ഏറെ ശ്രദ്ധേയമായി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഡിവൈൻ ടച്ച് അക്യുപഞ്ചർ ഹോം പയ്യന്നൂർ കണ്ടോത്ത് അമ്പലത്തറയിൽ പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. സിംഗിൾ പോയിന്റ് അക്യുപഞ്ചർ ഇനി പയ്യന്നൂരിലും. ഡിവൈൻ ടച്ച് അക്യുപഞ്ചർ ഹോം പയ്യന്നൂർ കണ്ടോത്ത് അമ്പലത്തറയിൽ പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. പ്രൊപ്പറേറ്റർ അക്യുപഞ്ചറിസ്റ്റ് പ്രദീപ് കുമാർ PV സ്ഥാപനത്തെക്കുറിച്ചുള്ള വിശദീകരണം നൽകി. നാഡീപരിശോധനയിലൂടെ മനുഷ്യ ശരീരത്തിലെ അദൃശ്യമായ ഊർജ്ജപാതകളിലെ അപാകതകൾ കണ്ടെത്തി നമ്മുടെ ശരീരത്തിലുള്ള അവയെ പ്രതിനിധാനം ചെയ്യുന്ന ബിന്ദുക്കൾ ഒരു ചെറിയ സൂചി കൊണ്ട് ഉത്തേജിപ്പിക്കുകയും ഊർജ്ജസഞ്ചാരം ശരിയായ രീതിയിൽ ത്വരിതപ്പെടുത്തുകയും ചെയ്യുന്നതാണ് സിംഗിൾ പോയിന്റ് അക്യുപഞ്ചർ ചികിത്സാരീതി. തൽഫലമായി നാം അനുഭവിക്കുന്ന ഏതു പ്രയാസങ്ങളും പരിഹരിക്കപ്പെടുകയും എന്നേക്കുമായി നിർമ്മാർജ്ജനം ചെയ്യപ്പെടുകയും ചെയ്യുമെന്നും ഏവരെയും അലട്ടുന്ന ഏതു പ്രശ്നങ്ങൾക്കും സിംഗിൾ പോയിന്റ് അക്യുപഞ്ചറിൽ കൃത്യമായി പരിഹാരം ലഭിക്കുമെന്നും ഒരു തരത്തിലുമുള്ള രാസമരുന്നുകളും ഉപയോഗിക്കാതെ തന്നെ ഒരു രോഗത്തെ കുറഞ്ഞ ചിലവിൽ ശരീരത്തിന് ഒരു ദോഷവും സംഭവിക്കാതെ ദൂരീകരിക്കുവാൻ നിലവിൽ സിംഗിൾ പോയിന്റ് അക്യുപഞ്ചർ എന്ന ചികിത്സാരീതി കൊണ്ട് സാധിക്കുമെന്ന് അക്യുപഞ്ചറിസ്റ്റ് പ്രദീപ് കുമാർ PV പറയുന്നു. മാരകമായ പാർശ്വഫലങ്ങളൊന്നുമില്ലാതെ മരുന്നുകൾ ഒഴിവാക്കി രോഗഭയമില്ലാതെ ആരോഗ്യത്തോടെ ജീവിക്കുവാനും പഥ്യങ്ങളില്ലാതെ ഇഷ്ടഭക്ഷണം ആസ്വദിച്ചു കഴിക്കുവാനും നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ സംവിധാനത്തെ കൂടുതൽ മെച്ചപ്പെട്ട നിലയിൽ നിലനിർത്തുവാനും അക്യുപഞ്ചർ ഒരു ശീലമാക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്നും ബന്ധപ്പെട്ടവർ പറയുന്നു. സിംഗിൾ പോയിന്റ് അക്യുപഞ്ചർ എന്ന ചികിത്സാ രീതിയെപ്പറ്റി കൂടുതൽ അറിയുന്നതിനും സംശയ നിവാരണത്തിനുമായി ക്ലിനിക്കിൽ നേരിട്ടോ 9447814060 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. അന്നൂർ കിഴക്കേക്കോവൽ അഞ്ചിരിപ്പാടിലെ ദേവിക്കുട്ടിക്ക് നഗരസഭാ കൗൺസിലർ രൂപേഷിന്റെ നേതൃത്വത്തിൽ സമാഹരിച്ച ചികിത്സാ സഹായത്തുകയുടെ ആദ്യ ഗഡു കൈമാറി. ഇരുവൃക്കകളും തകരാറിലായി ഏറെ നാളായി ചികിത്സയിലാണ് ദേവിക്കുട്ടി. ഇരുവൃക്കകളും തകരാറിലായി ഏറെക്കാലമായി ചികിത്സയിലായ അന്നൂർ കിഴക്കേക്കോവൽ അഞ്ചിരിപ്പാടിലെ ദേവിക്കുട്ടിക്ക് നഗരസഭാ കൗൺസിലർ രൂപേഷിന്റെ നേതൃത്വത്തിൽ സമാഹരിച്ച തുകയുടെ ആദ്യ ഗഡു കൈമാറി. ആഴ്ചയിൽ 2 ദിവസം ഡയാലിസിസ് ചെയ്താണ് ഇപ്പോൾ ദേവിക്കുട്ടിയുടെ ജീവൻ നിലനിർത്തുന്നത്. ചികിത്സയ്ക്കും മരുന്നിനുമായി വലിയ തുകയാണ് ചിലവാകുന്നത്. പൊതുപ്രവർത്തകരായ K. ജയരാജ്, AP നാരായണൻ, KM ശ്രീധരൻ, KV ഭാസ്കരൻ, KM വിജയൻ, EP ശ്യാമള, നവനീത് നാരായണൻ, MV വത്സല, നവനീത് ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പെരളം AKG വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്നുവന്ന വായനായനം പരിപാടിക്ക് സമാപനമായി. പ്രശസ്ത സാഹിത്യകാരൻ CV ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പെരളം AKG വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്നുവന്ന വായനായനം പരിപാടിക്ക് സമാപനമായി. പ്രശസ്ത സാഹിത്യകാരൻ CV ബാലകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കവിയായിട്ട് അറിയപ്പെടുന്ന കുടുംബ സുഹൃത്തായ അക്കിത്തം അച്യുതൻ നമ്പൂതിരിപ്പാടിൻ്റെ കുമരനെല്ലൂരിലെ മനയ്ക്കല് പോവുകയും അദ്ദേഹത്തിൻ്റെ പുസ്തകശേഖരത്തിൽ നിന്ന് പുസ്തകങ്ങൾ എടുത്തുകൊണ്ടുവന്ന് വായിക്കുകയും ചെയ്തതിനെ കുറിച്ച് വളരെ ആർദ്രതയോടുകൂടി എഴുതിയിട്ടു. അത് മണ്ണെണ്ണ വിളക്കുകളുടെ കാലമാണ്, മണ്ണെണ്ണയ്ക്ക് ക്ഷാമമുള്ള കാലമാണ്. അപ്പോൾ അമ്മ പറയും, ഈ രാത്രിയിൽ മണ്ണെണ്ണ ഇല്ലാത്ത സമയത്തെ മണ്ണെണ്ണ അതിജീവിച്ചത് പുസ്തകം വായിക്കുകയാണോ, പോയി കിടന്നുറങ്ങാൻ നോക്കുക എന്ന് അമ്മ പറയുന്നതിനെ കുറിച്ച് 125ാമത് പുസ്തകമായി അവതരിപ്പിച്ചത് CV ബാലകൃഷ്ണന്റെ ഏറ്റവും പുതിയ കഥാസമാഹാരമായ താതാത്മ്യമാണ്. AV പവിത്രൻ മാസ്റ്ററാണ് പുസ്തകം അവതരിപ്പിച്ചത്. ശ്രീലേഖ പുസ്തകാവതരണ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചടങ്ങിൽ മധുസൂദനൻ PV അധ്യക്ഷത വഹിച്ചു. K. ശിവകുമാർ ചടങ്ങിൽ മുഖ്യാതിഥിയായി. ലിമേഷ് NV, പ്രഭാകരൻ PV തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നിരവധി പേർ വായനായനത്തിൽ പങ്കാളികളായി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.
എല്ലാ ദിവസവും സൈക്കിൾ സവാരി ചെയ്തുകൊണ്ട് വ്യായാമം ചെയ്യുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുകയാണ് അധ്യാപികയായ PU പ്രസന്നകുമാരി. ആരോഗ്യ പരിപാലനത്തിന് സൈക്ലിംഗ് അത്യന്താപേക്ഷിതമാണെന്നാണ് പ്രസന്നകുമാരി പറയുന്നത്. പ്രസന്നകുമാരി ടീച്ചർ നടത്തുന്നത് ഒറ്റയാൾ പോരാട്ടമാണെന്ന് വേണമെങ്കിൽ പറയാം. തിരക്കേറിയ പുതിയ കാലത്ത് വ്യായാമത്തിനായി ആളുകൾ സമയം മാറ്റിവെക്കുന്നില്ലെന്നും സൈക്കിൾ ഓടിച്ചു പോകുന്നത് കുറച്ചിലായി കാണുന്ന പോലെ സമൂഹം മാറിപ്പോയി എന്നും പ്രസന്നകുമാരി പറയുന്നു. എല്ലാ ദിവസവും വ്യായാമം ചെയ്യുന്നത് വഴി നമുക്ക് ജീവിതശൈലി രോഗങ്ങളെ വരെ അകറ്റി നിർത്താമെന്നും താൻ കിലോമീറ്ററോളം ദിവസവും സൈക്കിൾ ഓടിക്കുന്നത് കാണുന്നത് തന്നെ മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാകുന്നെങ്കിൽ ആകട്ടെ എന്ന് കരുതിയിട്ടാണെന്നും പ്രസന്നകുമാരി പറയുന്നു. ഞാൻ ഉദനൂർ സ്കൂളിലെ ടീച്ചറാണ്. പിന്നെ എനിക്ക് സൈക്കിള് പഠിക്കണമെന്ന് ചെറുപ്പകാലം മുതലേ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ചെറുപ്പകാലങ്ങളിൽ സൈക്കിള് പഠിക്കണം എന്ന് പറയും അത് ആമ്പണ്ണാന്ന്, പിന്നെ നീ എന്താ മരം കയറിയാന്ന്, ആ ടൈപ്പ് ഉത്തരങ്ങളാണ് നമുക്ക് സാധാരണ കിട്ടാറുള്ളത്. പിന്നെ കുറച്ച് വലുതായി നമ്മൾ സ്കൂട്ടി പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, സ്കൂട്ടി പഠിച്ച് നമ്മൾ സ്കൂട്ടർ എടുക്കാൻ തുടങ്ങിയാൽ പിന്നെ നമ്മൾ ചെറിയ ദൂരത്തേക്ക് പോലും നമ്മൾ നടന്നു പോകാനോ കുറച്ച് എക്സസൈസ് നമ്മൾക്ക് തീരെ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് ജീവിതശൈലി രോഗങ്ങളൊക്കെ കൂടുതലായിട്ട് വരുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾക്ക് എന്തായാലും ഒരു എക്സസൈസ് വേണം. അപ്പോൾ നമ്മൾ സൈക്കിളാകുമ്പോൾ കുറച്ചും കൂടി നമുക്ക് കൺവീനിയൻ്റ് ആണ്. പിന്നെ ഞാനത് ഇനി വരുന്ന തലമുറക്ക് കുറച്ചും കൂടി ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. കാരണം പ്രത്യേകിച്ച് എൻ്റെ മക്കൾക്കെങ്കിലും ഒരു മോട്ടിവേഷൻ ആവട്ടെ എന്ന് വിചാരിച്ച് കഴിയുന്നതും അവരെയും കൂട്ടാറുണ്ട്. അവർക്കും വലിയ താല്പര്യമാണ്. കൊറോണയ്ക്ക് ശേഷമാണ് വ്യായാമത്തിന്റെ ആവശ്യകത ഈ അധ്യാപിക തിരിച്ചറിയുന്നത്. ലോക്ക്ഡൌൺ കഴിഞ്ഞപ്പോൾ ആദ്യം ചെയ്തത് പുതുതായി ഒരു സൈക്കിൾ വാങ്ങി എന്നതാണ്. അന്നു മുതൽ ഇന്ന് വരെ എല്ലാ ദിവസവും ഇവർ വൈകുന്നേരം കിലോമീറ്ററുകളോളം സൈക്കിൾ യാത്ര ചെയ്യുന്നുണ്ട്. തനിക്ക് വ്യായാമം എന്നതിനപ്പുറം ഇതൊരു ബോധവൽക്കരണമായിട്ടാണ് ഇവർ കണക്കാക്കുന്നത്. തനിക്കൊപ്പം വ്യായാമത്തിനായി മറ്റുള്ളവരും വന്നു ചേരണമെന്ന ആഗ്രഹവും ഇവർ പങ്കുവയ്ക്കുന്നുണ്ട്. മക്കളായ PU ദേവപ്രയാഗും PU സൂര്യതേജസും അമ്മയ്ക്കൊപ്പം എല്ലാ ദിവസവും സൈക്കിൾ സവാരി ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കുട്ടികൾ സൈക്കിളിൽ വരുന്നു എന്ന് ഖ്യാതി കേട്ട ഉദനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയാണ് പ്രസന്നകുമാരി. അവിടുത്തെ കുട്ടികൾ പോലും 18 വയസ്സ് തികയാൻ കാത്തുനിൽക്കുകയാണ് ഇരുചക്ര വാഹനങ്ങളിലേക്ക് മാറാനെന്നും അവരോടും നിരന്തരം സൈക്കിൾ യാത്രയുടെ മേന്മ താൻ പങ്കുവയ്ക്കാറുണ്ടെന്നും സൈക്ലിങ്ങിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും വ്യായാമത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും അവരെ ബോധവാന്മാരാക്കാൻ നിരന്തരം ശ്രമിക്കാറുണ്ടെന്നും പ്രസന്നകുമാരി പറഞ്ഞുവയ്ക്കുന്നു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ചീമേനി തുറന്ന ജയിലിൽ പച്ചക്കറി പെരുമ. ഇത്തവണ 40 ഏക്കറിലധികം സ്ഥലത്താണ് പച്ചക്കറികൾ കൃഷി ചെയ്തിരിക്കുന്നത്. പച്ചക്കറി തൈ ഉൽപാദന കേന്ദ്രവും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ചീമേനി തുറന്ന ജയിലിൽ ചെങ്കൽപ്പാടത്ത് പച്ചക്കറി വിളവെടുപ്പിന്റെ തിരക്കിലാണ് തടവുകാർ. ഇത്തവണ 40 ഏക്കറിലേറെ സ്ഥലത്താണ് പച്ചക്കറിയും വാഴയും കൃഷി ചെയ്തിരിക്കുന്നത്. ജയിലിലെ ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ള പച്ചക്കറി ജയിൽ ഔട്ട്ലെറ്റ് വഴി പുറമേക്ക് വിൽക്കുന്നു. മാസം 80,000-ലധികം രൂപയുടെ വരുമാനം ലഭിക്കുന്നുണ്ട്. ശീതകാല പച്ചക്കറികളായ കോളിഫ്ലവർ, കാബേജ് എന്നിവയാണ് ആദ്യം വിളവെടുത്തത്. ഗ്രോ ബാഗിൽ 1800-ലേറെ തൈകളാണ് വെച്ചുപിടിപ്പിച്ചിരിക്കുന്നത്. ഇടയ്ക്ക് മഴ പെയ്തതുമൂലം കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടായെങ്കിലും പ്രതീക്ഷിച്ച വിളവ് തന്നെ ലഭിച്ചു. 1 ടൺ വീതം പടവലവും കുമ്പളവും ലഭിച്ചു. 2.5 കിൻഡറിലേറെ പാവക്കയും കിട്ടി. തണ്ണിമത്തൻ, വഴുതിന, പയർ, തക്കാളി, ചേന, വെണ്ട, ചീര എന്നിവയും വിളവെടുക്കുന്നു. അപൂർവ ഇനം വെണ്ടയും ഇവിടുത്തെ കൃഷിയിടത്തെ അലങ്കരിക്കുന്നു. കഴിഞ്ഞ വിളവെടുപ്പിന് 2 ടണ്ണിലേറെ വാഴക്കുല ലഭിച്ചിരുന്നു. 600 വാഴകൾ കുലച്ചു നിൽക്കുകയാണ്. മത്തൻ വിളവെടുപ്പിന് പാകമായി വരുന്നു. പച്ചക്കറി തൈ ഉൽപാദന കേന്ദ്രവും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ജയിലിൽ അക്വാപോണിക്സ് രീതിയിലും കൃഷി ഇറക്കുന്നുണ്ട്. അടുത്ത ദിവസം തന്നെ 3000-ഓളം ഗിഫ്റ്റ് തിലോപ്പിയ കുഞ്ഞുങ്ങളെ കുളത്തിൽ നിക്ഷേപിക്കും. തിളയ്ക്കുന്ന വെയിലിൽ ഈ ചെങ്കൽപ്പാറയെ പച്ചക്കറിപ്പാടമായി വളർത്തിയെടുത്ത തടവുകാരും ജയിൽ ഉദ്യോഗസ്ഥരും കൃഷി ഓഫീസറും പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. ചീമേനി തുറന്ന ജയിലിൽ 40 ഏക്കർ സ്ഥലത്തുള്ള പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് കാലമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 40 ഏക്കർ സ്ഥലത്ത് എല്ലാ വിധത്തിലുള്ള പച്ചക്കറികളും കൃഷി ചെയ്യുന്നുണ്ട്. ജയിലിൻ്റെ അകത്തെ അന്തേവാസികളാണ് കൃഷി നടത്തുന്നത്. ജയിലിലെ സൂപ്രണ്ട് അതുപോലെ തന്നെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും അതിനു വേണ്ടിയുള്ള സഹായ സഹകരണങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഈ പ്രാവശ്യം ഈ മാസം വരെ 8 ടണ്ണിലധികം പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട്. നമ്മളിവിടെ സ്വീകരിച്ചിരിക്കുന്നത് കേരളത്തിലെ ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന പ്രകാരം സുരക്ഷിത ഭക്ഷ്യോൽപാദന പദ്ധതി അല്ലെങ്കിൽ സുരക്ഷിത ഭക്ഷ്യോൽപാദന രീതിയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.
കലാകാങ്കോൽ അവതരിപ്പിക്കുന്ന നാടകം ഉറുമാല് കെട്ടിയ ചൈത്രമാസം ജനപ്രീതി തേടുന്നു. പൂരക്കളി പശ്ചാത്തലമാക്കി അരങ്ങിലെത്തിയ ഈ നാടകത്തിന് വടക്കേ മലബാറിന്റെ ഭൂമികയിൽ ഏറെ പ്രസക്തിയുണ്ടെന്നാണ് അണിയറ പ്രവർത്തകർ മാധ്യമസമ്മേളനത്തിലൂടെ അറിയിച്ചത്. കലാകാങ്കോൽ അവതരിപ്പിക്കുന്ന ഉറുമാല് കെട്ടിയ ചൈത്രമാസം ജനപ്രീതി നേടുന്നു. പൂരക്കളി പശ്ചാത്തലമാക്കി അരങ്ങിലെത്തിയ ഈ നാടകത്തിന് വടക്കേ മലബാറിന്റെ ഭൂമികയിൽ ഏറെ പ്രസക്തിയുണ്ടെന്ന് അണിയറ പ്രവർത്തകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളെ എടുത്താൽ നിലവിൽ കാങ്കോൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഏക നാടക ഗ്രൂപ്പാണ് ഇതെന്നും സംഘാടകർ അവകാശപ്പെട്ടു. നാട്ടുകാർ ഏറെ സഹകരിക്കുന്നുണ്ടെങ്കിലും ഏജന്റുമാർ മുഖം തിരിച്ചു നിൽക്കുന്നതുകൊണ്ടാണ് ഇത്തരമൊരു മാധ്യമ സമ്മേളനവുമായി രംഗത്ത് വരാൻ കാരണമെന്നും നാടക പ്രവർത്തകർ അറിയിച്ചു. കെട്ടുറപ്പുള്ള കഥയും അഭിനേതാക്കളുടെ പ്രകടനം കൊണ്ടും ഏറെ ശ്രദ്ധ ആകർഷിച്ച നാടകമാണ് ഉറുമാല് കെട്ടിയ ചൈത്രമാസം. സുര കൊച്ചിയുടേതാണ് കഥ. സംവിധാനം വിനോദ് പി കാനായി. കാങ്കോലിലുള്ളവർ തന്നെയാണ് നാടകം അഭിനയിക്കുന്നതും. പി കൃഷ്ണൻ, കെ ജയപാലൻ മാസ്റ്റർ, ജി നിത്യാനന്ദ കമ്മത്ത്, സജ്ജ കാങ്കോൽ, രാജേന്ദ്രൻ എ വി, ശ്രീധരൻ കാങ്കോൽ, വി വി പത്മനാഭൻ തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. മാർച്ച് 8 ലോക വനിതാ ദിനം. സ്വന്തമായി ചിക്കൻ കട തുടങ്ങി വിജയം കൈവരിച്ച വനിതയാണ് കരിവള്ളൂർ പുത്തൂർ സ്വദേശിനി അജിത മാവുക്കോട്. പുത്തൂർ അമ്പല മൈതാനിക്ക് സമീപത്താണ് അജിത നടത്തുന്ന ചിക്കൻ കട. വർത്തമാനകാലത്ത് സാധാരണക്കാരന് തന്റെ കുടുംബത്തിന്റെ ജീവിതം കടത്തിവിടുക എന്നത് തന്നെ ഏറെ ശ്രമകരമായ ഒന്നാണ്. ഒരാളുടെ ജോലി കൊണ്ട് മാത്രം ഇത് അസാധ്യമായപ്പോഴാണ് കരിവെള്ളൂർ പുത്തൂർ അമ്പലമൈതാനിയിലെ അജിത മാവുക്കോട് ചിക്കൻ കട നടത്തുന്നതിലേക്ക് തിരിഞ്ഞത്. ഈ മേഖലയിൽ സ്ത്രീകൾ ജോലി ചെയ്യുന്നത് അത്ര സാധാരണമല്ല. എന്നിട്ടും അജിത ഈ വെല്ലുവിളി ഏറ്റെടുക്കുകയായിരുന്നു. സ്വന്തമായുള്ള ചിക്കൻ ഫാമിൽ നിന്ന് ഓരോ ദിവസവും ആവശ്യമുള്ള കോഴികളെ അജിത കടയിലേക്ക് എത്തിക്കുന്നു. രാവിലെ എഴുന്നേറ്റ് ഫാമിലെ ജോലികൾ ചെയ്തതിനു ശേഷമാണ് അജിത കടയിലെത്തുന്നത്. 5 വർഷമായി അജിത ഈ മേഖലയിലെത്തിയിട്ട്. ഇറച്ചിക്കടയിലെ എല്ലാ ജോലികളും ചെയ്യുന്നത് അജിത ഒറ്റയ്ക്കാണ്. വിവാഹ ആവശ്യത്തിനും മറ്റും വലിയ ഓർഡർ ഉണ്ടാകുമ്പോഴും അജിത കൂട്ടിന് മറ്റാരെയും വിളിക്കാറില്ല. ആവശ്യക്കാരുണ്ടെങ്കിൽ ചിക്കൻ വീടുകളിൽ എത്തിച്ചു കൊടുക്കാനും അജിത തയ്യാറാണ്. ഭർത്താവ് സന്തോഷ് കൽപ്പണിക്കാരനാണ്. അനുരഞ്ജ്, ധനുരഞ്ജ് എന്നിവരാണ് മക്കൾ. ഇത് എൻ്റെ ചിക്കൻ സെൻറ്റർ. എൻ്റെ വീട് പുത്തൂര് കുടകുളങ്ങര കാവിൻ്റെ അടുത്താണ്. അജിത എൻ്റെ പേര്. പിന്നെ ഇതെൻ്റെ ഒരു ജീവിത മാർഗ്ഗമാണ്. സ്വന്തമായിട്ട് ഫാം, പിന്നെ ഉണ്ട് കോഴി, പിന്നെ കട്ട് ചെയ്യുന്നതും എല്ലാം ഞാൻ തന്നെയാണ്. കോഴിയുടെ കാര്യം നോക്കുന്നതെല്ലാം ഞാൻ തന്നെയാണ്. പിന്നെ നല്ല നിലയിൽ പോകുന്നുണ്ട്. ചില സമയത്ത് വിലക്ക് കയറ്റിറക്കം ഇങ്ങനെ ഉണ്ടാവും എന്നല്ലാണ്ട് പ്രശ്നമില്ല. കച്ചവടം നല്ല രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ രാവിലെ ഒരു 8 മണിയെല്ലാകുമ്പോൾ തുറക്കും, വൈകുന്നേരം ഒരു 7 മണി വരെ ഉണ്ടാവും. അരങ്ങുണ്ടെങ്കിൽ അധികമാണെങ്കിൽ കുറച്ച് സമയം അധികം നിൽക്കും. മറ്റുള്ളവർക്ക് ഈ മേഖലയിലേക്ക് കടന്നു വരാൻ അജിത ഒരു മാതൃകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പ്രഥമ പരിപാടിയായ സ്തനാർബുദ ഗർഭാശയ ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കുളപ്പുറത്ത് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സൈറു ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രഥമ അനുബന്ധ പരിപാടിയായ സ്തനാർബുദ ഗർഭാശയ ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കുളപ്പുറത്ത് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സൈറു ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി വി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ കോളേജ് ഡെപ്യൂട്ടി RMO ഡോക്ടർ സരിൻ, കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം ഡോക്ടർ മായമോൾ, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കേന്ദ്ര നിർവാഹക സമിതി അംഗങ്ങളായ M ദിവാകരൻ, ജയശ്രീ ടീച്ചർ, കുളപ്പുറം വായനശാല പ്രസിഡന്റ് VV മനോജ് കുമാർ എന്നിവർ സംസാരിച്ചു. വായനശാലയുടെ വനിതാ സബ് കമ്മിറ്റി കൺവീനർ P പ്രീത സ്വാഗതവും പരിഷത്ത് മേഖലാ കമ്മിറ്റി അംഗം പ്രസാദ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു. തുടർന്ന് കുളപ്പുറത്ത് 12 ക്ലസ്റ്ററുകളിലായി ഡോക്ടർ അതുലിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. 40-ലധികം MBBS വിദ്യാർത്ഥികൾ പങ്കാളികളായി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ മെഡിക്കൽ കോളേജ് യൂണിറ്റ് യുവസമിതി മെഡിക്കോൺ പ്രവർത്തകർക്കൊപ്പം മെഡിക്കൽ കൺവീനർ ഡോക്ടർ ആദിത്യ, ചെയർപേഴ്സൺ ഡോക്ടർ ആവണി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ഏഴോം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ലഹരി ബോധവൽക്കരണ കൂട്ടയോട്ടം നടത്തി. പഴയങ്ങാടി SI PP അബൂബക്കർ സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. പാൻ മസാല തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബാംഗങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന ഏഴോം പ്രതിഭാ ക്ലബിന് സമീപത്തു നിന്നും ആരംഭിച്ച കൂട്ടയോട്ടം ഏഴോം പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് സമാപിച്ചു.
പഴയങ്ങാടി SI PP അബൂബക്കർ സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. ലഹരിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചില കുട്ടികളുടെ പ്രവർത്തനം അല്ലെങ്കിൽ വിവേകം, അതായത് അവർക്ക് തിരിച്ചറിവുണ്ടാവില്ല. നിങ്ങൾക്കിപ്പോൾ ഒരു മുട്ടായി കിട്ടിയ ഏതാ ഇഷ്ടപ്പെട്ട മുട്ടായി അല്ല, മുട്ടായി കിട്ടിയാൽ ഇഷ്ടപ്പെടുമല്ലോ. ഞാനും മുട്ടായി കഴിച്ചിട്ടുണ്ട്. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എനിക്ക് ആ വീട്ടിൽ നിന്ന് തരുക 1 ഉറുപ്പ്യ, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുക. ആ 1 ഉറുപ്പ്യയിൽ നിന്ന് 10 പൈസ ഞാൻ മുട്ടായിക്ക് വേണ്ടി മാറ്റി. പക്ഷെ അന്ന് മുട്ടായി കഴിച്ചിട്ട് ഞങ്ങൾക്കൊന്നും അയച്ചാൽ, ഇന്നത്തെ മുട്ടായി അല്ല ഇന്നത്തെ മുട്ടായി. മക്കളെ, ഇന്ന് മിഠായി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അധ്യാപകരോട് പറയുക, വീട്ടിൽ പോയി രക്ഷിതാക്കളോട് പറയുക, അവർ കൃത്യമായിട്ടുള്ള നല്ല മുട്ടായി കൊണ്ടുതരും. ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു. PK വിശ്വനാഥൻ, KP അനിൽകുമാർ, TP വേലായുധൻ, OV രഘുനാഥ്, VP വിപിൻ, K. സജീവൻ, പ്രവീൺ രുക്മ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ കാര പിലാക്കാൽ തറവാട് പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശവും കളിയാട്ടവും മാർച്ച് 8 മുതൽ 13 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പയ്യന്നൂരിൽ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. കാര പിലാക്കൽ തറവാട് പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശവും കളിയാട്ടവും മാർച്ച് 8 മുതൽ 13 വരെ നടക്കും. പെർക്കുളത്തില്ലത്ത് സുബ്രഹ്മണ്യൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. 8 വൈകിട്ട് 4 മണിക്ക് കലവറ നിറക്കൽ ഘോഷയാത്ര, 5 മണിക്ക് ആചാര്യനെ സ്വീകരിക്കൽ, 7 മണിക്ക് സാംസ്കാരിക സദസ് പയ്യന്നൂർ DYSP K. വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കലാസന്ധ്യ. 9 വൈകിട്ട് 6 മണിക്ക് M. രാജീവൻ പണിക്കർ കൊയോങ്കരയും P. രാജേഷ് പണിക്കർ അണ്ടോളും തമ്മിലുള്ള മറത്തുകളി അരങ്ങേറും. വൈകിട്ട് 7 മണിക്ക് സാംസ്കാരിക സമ്മേളനം നഗരസഭാധ്യക്ഷ K. V. ലളിത ഉദ്ഘാടനം ചെയ്യും. രാത്രി 7:30 നൃത്തപരിപാടി നടക്കും. മാർച്ച് 10 തിങ്കളാഴ്ച രാവിലെ 6 മണിക്ക് ഗണപതി ഹോമം, കലശപൂജ. രാവിലെ 10 മുതൽ 11:40 വരെയുള്ള മുഹൂർത്തത്തിൽ പ്രതിഷ്ഠാകർമ്മം, കലശാഭിഷേകം, മഹാപൂജ. തുടർന്ന് പ്രസാദ വിതരണം, അന്നദാനം. വൈകിട്ട് 6 മണിക്ക് സഹസ്രദീപാലങ്കാരം. മാർച്ച് 12 ബുധനാഴ്ച വൈകിട്ട് 6 മണിക്ക് കളിയാട്ടം തിടങ്ങൽ. തുടർന്ന് തൊണ്ടച്ചൻ ദൈവം വെള്ളാട്ടം, വിഷ്ണുമൂർത്തി തോറ്റം, പൊട്ടൻ തെയ്യം തോറ്റം. മാർച്ച് 13 വ്യാഴാഴ്ച രാവിലെ 5 മണിക്ക് പൊട്ടൻ ദൈവം പുറപ്പാട്. 9 മണിക്ക് വയനാട്ടുകുലവൻ പുറപ്പാട്, വിഷ്ണുമൂർത്തി പുറപ്പാട്. ഉച്ചയ്ക്ക് 12 മണി മുതൽ അന്നദാനം. പുനഃപ്രതിഷ്ഠയുടെയും കളിയാട്ട മഹോത്സവത്തിന്റെയും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പിലാക്കൽ അശോകൻ, പിലാക്കൽ സുകുമാരൻ, P. ബാലകൃഷ്ണൻ, P. ജഷ്യന്ത്, പാലക്കിൽ ധനഞ്ജയൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഏഴിലോട് നരീക്കാംവള്ളി അറത്തിൽ ശ്രീ തോട്ടടത്ത് തറവാട് കളിയാട്ട മഹോത്സവം മാർച്ച് 8, 9 തീയതികളിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എരമംകുറ്റൂർ തയ്യാറാക്കിയ ചരിത്രവും വികസനവും എന്ന പുസ്തകത്തിന്റെ പ്രകാശനം മാതമംഗലത്ത് നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി പ്രകാശന കർമ്മം നിർവഹിച്ചു. ഇരുപത്തിയഞ്ച് സംവത്സരങ്ങൾക്ക് ശേഷം പെരുങ്കളിയാട്ടം നടക്കുന്ന തൃക്കരിപ്പൂർ രാമവില്യം കഴക സന്നിധിയിലെത്തി അനുഗ്രഹം തേടി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. തെയ്യങ്ങളെ തൊഴുത് മഞ്ഞൾ കുറി വാങ്ങിയ താരം കുച്ചിലിൽ നൊറ്റിരിക്കുന്ന കോലധാരികളെ കണ്ടു. വീടിന് മുന്നിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന 6 വയസ്സുകാരന് കുറുനരിയുടെ കടിയേറ്റു. കുളപ്പുറം ഒറന്നടത്ത് ചാലിലെ ആര്യജിത്തിനാണ് കടിയേറ്റത്. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. പതിറ്റാണ്ടുകൾക്ക് ശേഷം കാസർഗോഡിന്റെ മണ്ണിൽ തിരിച്ചെത്തിയ കാസർഗോഡ് നെല്ല് കതിരിട്ട് നിൽക്കുന്നത് കാണാൻ ഈ നെൽവിത്തിന്റെ സംരക്ഷകനായ സത്യനാരായണ ബളേരി കർണാടകയിൽ നിന്നും കൊടക്കാട് പാടശേഖരത്തെത്തി. രവീന്ദ്രൻ കൊടക്കാടാണ് ഈ ഇനം നെല്ല് കൃഷി ചെയ്തിരിക്കുന്നത്. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.